ഹലോ ഗൈസ്, ഞങ്ങളുടെ അങ്ങനെ കുറേ നാളത്തെ ഒരു ഡ്രീമാണ് എന്താ പറയുക ഇന്ന് ഞങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നല്ല, കുറേ നാളായി ഞങ്ങൾ ഫാമിലി ട്രിപ്പ് പോകണമെന്ന് വിചാരിക്കുന്നു. മയിലിൻ്റെ ചേട്ടാ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫാമിലി ട്രിപ്പ് പോവാണ് ഗൈസ്. അതും വാഗമൺ. ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ട്രിപ്പിൻ്റെ ഇതിൽ ഉറങ്ങിയിട്ടേ ഇല്ല. അയ്യോ 8 മണിക്ക് കിടന്നതാണ്, പക്ഷേ ഉറങ്ങിയിട്ടേ ഇല്ല. എന്താ ഗൈസ്, ഇരുട്ടാണ്. പക്ഷെ ഞങ്ങളുടെ അല്ലേ അപ്പു, എത്ര നാളത്തെ ആഗ്രഹം അപ്പു? 5 കൊല്ലത്തെ ആഗ്രഹമാണ് ഗൈസ്. ഗൈസ് തിന്നാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യാൻ ഞങ്ങളുടെ വണ്ടി വന്നു ഗൈസ്. ഇതാണ് ഞങ്ങളുടെ വണ്ടി. ഗൈസ് ഞങ്ങൾ ഒരാളെ മിസ് ചെയ്തിട്ട് ഗൈസ്, ഞങ്ങളുടെ കണ്ണേട്ടനെ. ആൾക്ക് ലീവ് കിട്ടാതെ തന്നെ നമ്മൾ വന്നിട്ടില്ല. ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ കണ്ണേട്ടനെ മിസ് ചെയ്തു. ഗൈസ് അപ്പോൾ ഈസ്റ്റർ വരുന്നു കഴിച്ചു. ഇതാ ചായ കുടിച്ച് അനിയന്മാരെ കൂടി ഇരിക്കുകയാണ്. എല്ലാവരും കൂടി ഉണ്ട്. ഞങ്ങളുടെ ടോവിനോ ആണ് ഗൈസ്, ഇത് ഞങ്ങളുടെ ടോവിനോ ഗൈസ്. ഞങ്ങളങ്ങനെ ഇതാ മുട്ടക്കുന്ന് കയറി. എന്റെ ചിറ്റയാണ് എന്നെ ആകെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ഹായ് കൊടുക്ക ചിറ്റേ. നല്ല രസമുണ്ട് കേട്ടോ. എന്റെ ചാച്ചൻ എങ്ങനെയുണ്ട് ചാച്ചൻ നമ്മുടെ ട്രിപ്പ്? 2 വാക്കൊന്ന് പറഞ്ഞെങ്കിൽ ചാച്ചന് നാണോ എന്ന് ഗൈസ്. അതന്നെ വളരെ സന്തോഷം. ഞങ്ങള് കുറെ നാളായിട്ട് പ്ലാൻ ചെയ്താണ്, പക്ഷെ ഇപ്പോഴാണ് പറഞ്ഞത് ആ ഒരു ഇതില്. പക്ഷെ എന്റെ അമ്മയ്ക്ക് ടയർഡായിട്ട് വയ്യാണ്ടായിട്ട് ആള് ഓമറ്റൊക്കെ ചെയ്ത് വയ്യാണ്ടായി. സാരില്ലേ നമുക്ക് സെറ്റാക്കാം. ആളാ എന്തായാലും വീഡിയോയിൽ കൊണ്ടുവരാം. ഞാൻ ആദ്യമായിട്ട് വ്ളോഗ് എടുക്കുന്നത്, അതിൻ്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. അമ്മൂമ്മയ്ക്ക് പരുന്തിനെ മേടിച്ചു കൊടുക്കുന്നു. അമ്മൂമ്മയ്ക്ക് പറത്താൻ നമുക്ക് മേടിച്ചു കൊടുക്കാട്ടോ. ഗൈസ് പറഞ്ഞ പോലെ തന്നെ നല്ല രസം കിട്ടാൻ പൊട്ടക്കുന്നു. ഞാൻ വ്യൂ കാട്ടിത്തരാം ഗൈസ്. ഇതാണ് മൊട്ടക്കുന്ന് ഗൈസ്. കണ്ടോ മൊട്ടക്കുന്ന് കണ്ടോ ഗൈസ്? നല്ല രസമുണ്ടല്ലേ? ഞങ്ങൾ ആദ്യമായിട്ടോ ആ പാറയ്ക്ക് പോകണമെന്ന് വിചാരിച്ച, പക്ഷെ ഞങ്ങൾ പാറയിലേക്ക് പോയില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര വെയിലാണ്. അപ്പോൾ വയ്യാണ്ടാവുമല്ലോ. അപ്പോൾ ഇനി സ്ഥലങ്ങൾ കയറാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയില്ല. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ചൂടും തണവും ഒരു ഫീലാട്ടോ ഇവിടെ ഗൈസ്. മേഘങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ട് കേട്ടോ. ചാച്ചൻ എഞ്ചിനീയർ കേട്ടോ. അപ്പം ആള് സ്ഥാനമൊക്കെ നോക്കണ ആളാണ്. അപ്പോൾ ആള് പറയാ കിഴക്കേതാ വടക്കേതാന്നൊക്കെ. നല്ല പഠിപ്പുള്ള ആളാട്ടോ ഗൈസ്. എൻ്റെ അനിയൻ പറഞ്ഞ പോലെ തന്നെ ഇവിടേക്ക് തണവ് വന്നേക്കാണ്. അല്ല വെയിൽ പോയേക്കാണ്. ഇപ്പോൾ ദാ ഇവിടെ ഇതായിട്ടോ. അറിയൂ ചിറ്റ എങ്ങനെയുണ്ട്? വളരെ നല്ല ടൂറാണ്. അതന്നെ. അതല്ല എങ്ങനെയുണ്ട് മൊട്ടക്കുന്നൊക്കെ? ഒന്ന് അടിപൊളി. ഒന്നായിരിക്കും സെറ്റാണ്. നല്ല ഇത് വന്നു കേട്ടോ ഗൈസ്. ഞാൻ സെൽഫി സ്റ്റിക്ക് എടുക്കാൻ മറന്നു, അല്ലെങ്കിൽ സെറ്റാക്കായിരുന്നു നമ്മുടെ വീഡിയോ. ഇതിപ്പോൾ കയ്യിലെടുക്കാനും ഭയങ്കര ഒരു ഷേക്കിംഗ് ഒക്കെ ഉണ്ടാവും. കാറ്റുണ്ട് അല്ലേ? കാറ്റുണ്ട് ഗൈസ്. കാറ്റ് നല്ല തണുത്ത കാറ്റാ. നല്ല അടിപൊളി തണുത്ത കാറ്റ്. ഇവിടെ പ്രത്യേകിച്ച് മൊട്ടക്കുന്നിൽ കാണാനായിട്ട് ഒന്നുമില്ല. കുറച്ച് കുന്നുകൾ, തണവ്, കാറ്റ്, അത്രേ ഉള്ളൂ കേട്ടോ. അത്ര ഭയങ്കരമായിട്ട് എന്താ പറയുക കാണുന്ന ഞാൻ ഉദ്ദേശിച്ചൊരു മൊട്ടക്കുന്നല്ല കേട്ടോ ഇവിടെ. പിന്നെ ഞാൻ ഒരു സ്ഥലം കാട്ടി കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു വലിയ മരം അവിടെ ഒരു കുന്നാകുമ്പോൾ ഒരു മരം നിൽക്കണം. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. സ്ഥലം കണ്ട ഗൈസ്. ഇതിപ്പോൾ ക്യാമറയിൽ കൂടെ കാണാൻ കാരണം അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റ് കിട്ടില്ല.
കുട്ടികൾ പരുന്തൊക്കെ വരുത്തുന്നുണ്ട് കേട്ടോ. കണ്ട എല്ലാവരും പരുന്ത് പട്ടങ്ങൾ അങ്ങനെയൊക്കെ വരുത്തുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ആ സ്ഥലം. എൻ്റെ അനിയന് വയ്യാണ്ടായി ഗൈസ്. കണ്ട അവന് കാലും ജസ്റ്റ് ഫ്രാക്ചറായി. അവൻ എൻ്റെ ബെൽറ്റ് ഇട്ടിട്ടായിട്ടിരിക്കണേ. അച്ഛമ്മ കൊച്ചുമോന് കണ്ട കുട ചൂടി കൊടുക്കണ്. പകുതി കൊള്ളണ്ട്, പകുതി വെയില, പകുതി മാത്രമേ തന്നാലുള്ളൂ. കണ്ടവരൊക്കെ ഫോട്ടോ എടുക്കാൻ പോവാ. ഇവിടെ നല്ല വ്യൂ ആണെന്നാണ് എല്ലാവരും പറയണേ. എല്ലാവരും ഗൈസ് ഈ പൂവിൻ്റെ അല്ല അതന്നെ ഈ ചെടിയുടെ പേര് അറിയണോ? ഒരു ജസ്റ്റ് കമന്റ് ചെയ്യാട്ടാ. ഇതെന്നിട്ട് ചാച്ച പറഞ്ഞ ഈ ചെടിയുടെ പേര് അതന്നെ. ഇതിന്റെ പേരെന്താ ചാച്ച പറഞ്ഞേ? കാക്കപ്പൂന്ന് പറഞ്ഞു. പിന്നെ ചിറ്റ പറഞ്ഞത് കലംകുട്ടിയാ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ഇപ്പൊ കാട്ടിത്തരാം ഗൈസ്. ഇതാട്ടാ ഓരോരുത്തർക്കും ഒരേ ഒപ്പീനിയൻ ആണ് ഗൈസ്. ഗൈസ് ഞങ്ങൾ വേറൊരു കുന്നിലേക്ക് പോണ കണ്ടോ. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരെന്നെയാട്ടാ. ഉണ്ടാ ആങ്ങളെയും പെങ്ങളും. അതായത് എൻ്റെ അമ്മമ്മ, എൻ്റെ അമ്മയുടെ അമ്മ, അമ്മയുടെ മാമൻ, ഏറ്റവും ഇളയ മാമൻ, അമ്മമ്മയുടെ അനീത്തി. ഇതെൻ്റെ അമ്മയുടെ അനീത്തിയാ പോണത്. അനീത്തിയുടെ ഹസ്ബൻഡ്. ഇത് എൻ്റെ വല്യമ്മ. ഇത് കൊച്ചമ്മമ്മയുടെ മോള് എൻ്റെ ചിറ്റ. ഇപ്പോൾ 2 മേമയും പിന്നെ വല്യമ്മയും അമ്മമ്മയും പിന്നെ ഞങ്ങൾ കുട്ടികൾ അവരുടെ മക്കൾ. എൻ്റെ അമ്മയ്ക്ക് ടയർഡായിരുന്നു. എൻ്റെ മമ്മിയും മാമനും വയ്യാത്തരണം. അവർ രണ്ടുപേരും ഭയങ്കര ഡേഞ്ചറാണ്. കുന്നിറങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ചെറുതായിട്ടൊന്ന് കാല് കുഞ്ഞിട്ട് പൊട്ടിയിട്ടുണ്ട്. പിന്നെ അതിനവിടുന്ന് നോക്കുമ്പോൾ വല്യമ്മ പാട്ട് പാടില്ല. എനിക്ക് കോപ്പി റൈറ്റ് കിട്ടും. കുറേ ചെടികളുണ്ട് ഇവിടെ. നല്ല രസമുണ്ട്. പോകുമ്പോൾ എന്തായാലും കുറേ കൊണ്ടുപോകണമെന്ന് പറയണ്ടേ. എന്തായാലും അവിടെ വളരുമെന്ന് അറിയില്ല. എന്നാലും കൊള്ളാം. കുറേ ചെടികളുണ്ട്. എൻ്റെ അച്ചാച്ചനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഗൈസ്. അതായത് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി അങ്ങോട്ട് പോവാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല ഗൈസ്. അല്ല പറ്റായിക്കൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനത്തെ ഇതൊക്കെ റിസ്ക് ഒക്കെ ഏറ്റെടുക്കാറുണ്ട്. നമ്മ അത്ര വേണ്ട. എങ്ങാനും മുങ്ങി ചത്ത കഴിഞ്ഞാൽ റിസ്ക്കില്ല. ഇതാണ് ഗൈസ് സൈക്ലിങ്. മറ്റേത് തൂങ്ങി പിടിച്ച് അവിടെ നിന്ന് വരാനും. ഇത് സൈക്ലിംഗ് ആണ് ഗൈസ്. കണ്ടോ അത് ചവിട്ടി തന്നെ അങ്ങോട്ട് പോകണം. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ എക്സ്പീരിയൻസ് നല്ലതാണ്. ഇത് തടാകം കേട്ടോ ഗൈസ്. തടാകം കണ്ടോ പോണത്. എൻ്റെ ടീമിലുള്ള എൻ്റെ അനിയൻ, ചേട്ടൻ, അച്ഛൻ. ഈ ഇവിടുത്തെ റിസ്ക് കേട്ടോ ഗൈസ്. കണ്ടോ ഇവിടുത്തെ ഇത് തടാകം കേട്ടോ. തടാകം ഒന്ന് ഇറങ്ങിപ്പോട്ടെ കേട്ടോ. ഒരിത്തിരി പാറയാണ് ഗൈസ്. ഇത് കൂടെ പാറയിൽ കറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടാ. എന്നാലും കുഴപ്പമില്ല. നല്ല അടിപൊളി പ്ലേസ് കേട്ടാ. നമുക്ക് പാറ എൻ്റെ ഫോട്ടില്ല. പാറ അടിപൊളി പാറ കണ്ട ഗൈസ്. പോട്ടെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് അവിടെ കുറച്ച് പേര് ഇരിക്കണ്ടേ. അപ്പം എനിക്ക് നാണേ അതോട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തേ. ഇതാ ഒരു വരുന്നുണ്ട് കേട്ടാ. ഓക്കെ ഇവിടെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇത് ബൗണ്ടറി അങ്ങനെ അച്ഛൻ പറയണേ. അതായത് ഇവിടുന്ന് അങ്ങോട്ട് കിടക്കാൻ പാടില്ല അത്രേ. കണ്ടോ കുന്ന്. എനിക്കറിയില്ല എന്താ, എനിക്ക് തോന്നുന്നു മുട്ട കുന്ന് പറയണ ആ ഷേപ്പ്. മുട്ടയുടെ എഗ് ഷേപ്പ് ഇരിക്കണ ആരെന്ന് തോന്നുന്നു. ഇത് മുട്ടക്കുന്നെന്ന് പറയണെന്ന് തോന്നുന്നു. ഇതാ ടീമിലെ കുറച്ച് പേര് വരുന്നുണ്ട് ഗൈസ്. പറ ഒരു കിഴങ്ങൻ ടോപ്പറാട്ടാ. നമ്മുടെ ആൾക്കാർ നിൽക്കണ്ട ഗൈസ്. ഗൈസ് ഇവിടൊക്കെ ഈ ഒരു മല കണ്ട. ഈ മല എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുവുള്ള മലയാണ്. പക്ഷേ
ഈ ഒരു മല നോക്ക്. ഞങ്ങൾ ഇപ്പോൾ വന്ന 2-3 മലകളൊക്കെ എന്തൊരു ചൂടാണെന്നറിയോ, ഭയങ്കര ചൂടാട്ടാ. അപ്പം ഞാൻ ഇത് ഭയങ്കര ടാസ്ക് ആട്ടോ. അപ്പം ഞാൻ ക്യാമറ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാണ്. വാ എൻ്റെ ചേട്ടൻ ഫോട്ടോ എടുത്ത് തുടങ്ങട്ടെ. ഇവൻ എന്നെ കളിയാക്കുന്നു. പാലം നല്ല രസമുണ്ട് കേട്ടാ, അടിപൊളി ഫോട്ടോ വീഡിയോ കൊടുത്ത് ഞങ്ങൾ തിരിച്ചു പോട്ടെ ഗൈസ്. എന്തോ അമ്മില്ലാത്തറിഞ്ഞ സുഖമില്ല. നല്ല രസമുണ്ട് ഗൈസ്. നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. പക്ഷെ കാശില്ലാത്ത തന്നെ മേടിച്ചല്ലേ, ചിലപ്പോൾ കുറവായിരിക്കും കേട്ടാ. എടാ ചേട്ടൻ പൈനാപ്പിൾ മേടിച്ചു ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ അമ്മ. ഞാൻ പറഞ്ഞില്ലേ ഛർദിച്ചു നാളെ ടയേർഡായി. ഞാനാള് ഫുഡ് കഴിക്കണ വണ്ടി തന്നെ എടുത്തു. എങ്ങനെ വണ്ടിയുടെ അടുത്തേക്ക് പോവാം. പരിപ്പട കഴിച്ചോട്ടെ, ഇവിടുത്തെ സൂപ്പർ പരിപ്പട, നല്ല ക്രിസ്പി അടിപൊളി പരിപ്പട, സൂപ്പർ പരിപ്പടാ, ഒരു രക്ഷയില്ല. 12 രൂപയാണ്. പക്ഷെ നമ്മളവിടുത്തെ പോലെ തന്നെ കറക്റ്റ് തന്നെ നല്ല രസമുണ്ട്, നല്ല ക്രിസ്പി. അമ്മ കഴിച്ചില്ല കേട്ടാ, അമ്മയ്ക്ക് ഛർദിക്കാൻ വരണം. ഞാൻ ഉച്ചയ്ക്കൊന്നില്ല കഴിക്കുമെന്ന് അറിയില്ല. ടയർഡായി അമ്മ, ഭയങ്കരമായിട്ട് ടയർഡായി. ചില്ലയാൻ വന്നത് ആള് രാവിലെ ഒക്കെ ഡാൻസ് കളിച്ചായിരുന്നു. പിന്നെ ആൾക്കുള്ളത് ഇങ്ങനെ ലോങ് ഒന്നും പറ്റില്ല. ആൾക്ക് ട്രെയിനിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ട്രെയിനിൽ യാത്ര മാത്രമേ എൻ്റെ അമ്മയ്ക്ക് പറ്റുള്ളൂ. കുഴപ്പമില്ല അല്ലേ, ഒക്കെ റിക്കവർ ആവില്ലേ, റെഡിയാവും. ഇനി ക്ഷീണം പോകാൻ കുറച്ച് ടൈം എടുക്കുന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഗൈസ്, ഈ പൂവിൻ്റെ പേര് അറിയെങ്കിൽ പറയണേ. മോമോസ് ഇല്ലേ, മോമോസ് എന്നോ ഞാൻ പറയട്ടെ. ഗൈസ് ഞങ്ങളങ്ങനെ വാഗമൺ എത്തി ഗൈസ്. അല്ല വാഗമൺ തന്നെയല്ലോ, അവിടെ പൈൻ തോട്ടത്തിലാണ് ഗൈസ്. നല്ല തണവാട്ടാ. പിടിച്ചിറങ്ങണ്. അമ്മയും മാമനും വന്നിട്ടില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അവർക്ക് രണ്ടുപേർക്കും വയ്യ. വൈകുന് പുതിയ സാധനം കിട്ടിയിട്ടോ ഗൈസ്. ദാ പൈന്തോട്ടം നല്ല രസം കേട്ടോ, നല്ല തണവ്. എൻ്റെ ചേട്ടൻ വരെ ഒരാൾ സിറ്റായി ഇഞ്ചുറി ഫ്രാക്ചർ ആയിരുന്നു. സീനാണോടാ? ഓക്കെ സെറ്റ്. ഈ സാധനം കിട്ടിയത് സെറ്റാണ്. കൊള്ളാം ഗൈസ്, കൊള്ളാം. ഫസ്റ്റ് ടൈം ആണെങ്കിലും സൂപ്പറായിട്ടുണ്ട്. മൈ ഫാമിലി മെമ്പേഴ്സ്. കൊള്ളാം ഗൈസ്, കൊള്ളാം. എല്ലാവരും ഓക്കെയാണ്, തെറ്റാണ്. അമ്മയും മാമനും മാത്രം ഇല്ല, അതിൻ്റെ ഒരു കുഞ്ഞി വിഷമുണ്ട് ഗൈസ്. ഞങ്ങളിതാ നിലത്തേക്ക് പോവാണ്. അവിടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോണത്. ഞങ്ങളെ പോവാണ്. നല്ല തന്നെയല്ലുണ്ട് കേട്ടോ അവസാനം, രക്ഷയില്ല, ഒക്കെ വീണു. ചാച്ചിട്ട് എടുത്തണോ? വൈകല്ലേ, ഭയങ്കര നാണോ ഗൈസ്. ഈ സ്ഥലം കണ്ട നല്ല രസമുണ്ട് കേട്ടാ. നമുക്ക് ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ഇതാ ഒരു കുന്ന്, നല്ല രസമുണ്ട്. വാവ്, ഏതൊരു സിനിമയിലൊക്കെ കണ്ട പോലെ തോന്നുന്നു. അവിടെ പോയി നോക്കാം ഗൈസ്. ഇവിടെ ഒരു വലിയ വ്യൂ ഉണ്ടെന്നാണ് എൻ്റെ അനിയത്തി വൈകി പറഞ്ഞത്. ചില്ലുണ്ട് കേട്ടോ, ചുറ്റും സൂക്ഷിച്ചോളൂ. അപ്പം നമുക്ക് എന്താ വ്യൂ എന്നൊന്ന് നോക്കാം. ഭയങ്കര ഒരു സെറ്റപ്പ് വ്യൂ എന്നൊക്കെയാണ് പറയണേ. നോക്കാം. എത്തട്ടെ. കുന്നാട്ടാ, ഭയങ്കര കുന്നുകളാ, നല്ല രസം. കണ്ട ബൈക്കിൽ പൈൻമരത്തോട്ടം. ഇനി കൂവൽ
ഉള്ളിൽ കേട്ടാ. അതെ പറഞ്ഞേ, ഞങ്ങ ഇവിടുന്നിട്ട് വന്നേ. പക്ഷേ മല ഗൈസ്, അവിടെ ഒരാൾ കൂവിയാതി, പിന്നെ എല്ലാവരും കൂവും. വാ വ്യൂ ഞാൻ കാട്ടിത്തരാട്ടാ ഗൈസ്. സ്ഥലം നോക്കൂ, സൂപ്പറാട്ടാ. വെറുതെ സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞേ ചാച്ച. വാവ്, ശരിയാട്ടാ. അവിടെയൊക്കെ മലയുണ്ടിട്ടാ കഴിച്ച്. നിനക്ക് എത്രത്തോളം ഇത് കാണാൻ പറ്റും എനിക്കറിയില്ല. ഗൈസ്, ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ഓരോരുത്തർ ഫോട്ടോ എടുക്കണം ഗൈസ്. ഇല്ലില്ല, യൂട്യൂബിലിട്ടില്ല ഗൈസ്. ഞങ്ങളുടെ കുഞ്ഞിട്ടവിനോ എന്താ നല്ല സെറ്റ്. അച്ഛൻ പറയുന്നത് ഇവിടെ ഒരു കുന്നുണ്ട്, സൂപ്പർ വ്യൂ എന്ന് പറയണത്. അപ്പം നമുക്കൊന്ന് കയറി നോക്കാം കേട്ടോ. കുറേ ഉണ്ട് നടക്കാനായിട്ട്. കണ്ടത് ആ വലിയ കുന്ന് കയറണം. വേറെ ഒന്നുമില്ല, ഇത്ര വലിയ കുന്ന് കയറി ഇറങ്ങിയാന്നല്ലേ. ഇതൊക്കെ സിമ്പിൾ കുന്നാണ്. നമ്മുടെ ടീമോള് തന്നെയായിട്ടാണ് പോണതും. ഒരാളാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരുപ്പ് എടുത്തില്ല കേട്ടാ. ചെരുപ്പ് ഞങ്ങൾ വെയിറ്റ് ചെയ്യണോ, എല്ലാവരും വെയിറ്റ് ചെയ്യണോടത്ത് ഊരിട്ടിട്ട് നടക്കുക. അതും കല്ലുമ്മ കുത്തിയിട്ട് എന്തോ വലിയ ഇത് നമ്മ ചെയ്യില്ലേ, ത്യാഗം ചെയ്യണോല്ലേ നാള് പിടിച്ചു നടക്കുക. ആ ഇത് തണവുണ്ട്, സൂക്ഷിച്ചേരിക്കോട്ടെ. രാജാചാനപ്പോ ഇങ്ങോട്ട് മുന്നിൽ നിർത്തപ്പോ എല്ലാരും ഇറങ്ങിപ്പോ. ഒറ്റ ചെരുപ്പ്, ഒരു ചെരുപ്പുണ്ട് ഗൈസ്. പറ്റില്ല, അതന്നെ. അതെ, മ്യൂസിയം, പാർക്ക് ഒക്കെ പറ്റുള്ളൂ. പറ്റില്ല ഗൈസ്. ഗൈസ്, ഈ ഒരു കുന്ന് കയറുന്നു. പക്ഷെ പറ്റില്ല കേട്ടാ, കുത്തനെയുള്ള കയറ്റാ. വാ ഡാൻസ് കളിക്കാം ഗൈസ്. ഒരു വ്യൂ കാണാൻ വേണ്ടി വന്നത് വയ്യാണ്ടായി. നേരത്തെ കണ്ടാ കുന്നിട്ടാ. ഇങ്ങനൊരു വ്യൂ ഉണ്ട്. ആ വ്യൂയിലേക്ക് എത്താൻ ഇത്തിരിയുള്ളൂ. നോക്കട്ടെ, വെയിറ്റ്. വാ, കൊള്ളാം, സൂപ്പർ സൂപ്പറാട്ടാ. ബാക്കാണ്, ഞാൻ കാണിച്ചു തരാം. നല്ല വെയിലടിക്കുന്നുണ്ട് ഗൈസ്. ദാ നല്ല രസമുണ്ട്. കാട്ടിയില്ലേ? ആമേ നടന്നു പാടായി. പക്ഷെ രസമുണ്ട് കേട്ടാ. ഇത് കഴിഞ്ഞ് തിരികെ പൈൻകാട് തന്നെയാട്ടാ. ഈ കുന്നിറങ്ങി കഴിഞ്ഞാൽ നേരെ പൈൻകാടാ. പിന്നെ ഇനി എന്താ പ്രശ്നം വെച്ചാൽ നമ്മീ കയറി മല ഇറങ്ങിയ മല ഒന്നുകൂടി കയറണോ എന്നുള്ളൊരു വിഷമമുള്ളൂ ഗൈസ്. ഞങ്ങൾ അങ്ങനെ പോയോടത്ത് തന്നെ തിരിച്ചെത്തി. ഈ ഒരു കുന്നാട്ടം ഞങ്ങൾ കയറി വന്നേ. ആ ഒരു കുന്നിന്ന് ഇറങ്ങി കയറി വയ്യാണ്ടായി. ഇനി ഇത്തിരി വെള്ളം കുടിക്കണം. ഇനി ഇതാക്കണ്ട, ഇവിടുത്തെ ലൈറ്റൊക്കെ പോയി. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഗൈസ്. ഞങ്ങളെല്ലാവരും ഇരിക്കണണ്ടാ. ഞങ്ങളുടെ ടീമോളാട്ടാ. കുറേ കുറുക്കന്മാരുണ്ട് ഇവിടെ. വയ്യാണ്ടായിട്ടാ. നല്ല കയറ്റവും നല്ല രസമുണ്ട്. അപ്പം ഇനി നെക്സ്റ്റ് സ്ഥലത്ത് പോകുമ്പോൾ കാണാട്ടാ ഗൈസ്. വയ്യാണ്ടായി ഗൈസ്, സത്യമായിട്ട് വയ്യാണ്ടായി. ഇത്രയും വെള്ളം കയറ്റവും കയറി ചത്ത് ഒക്കെ ഇരുന്ന് വെള്ളം കുടിയാ ഗൈസ്. ഞങ്ങൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് പോണത്. സത്യം പറയണേ വയ്യാണ്ടായി നടന്ന് സത്യമായിട്ട് വയ്യാണ്ടായി. ഇനി ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് പോകണം. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് പോകും. നടന്ന് കാണാൻ രസമൊക്കെയാണ്. നല്ല സ്റ്റേ അടിക്കണം. നടുവേനെ എടുക്കുന്ന പുറമേനൊക്കെ എടുക്കണം. നീ വോമിറ്റ് ചെയ്യാവോ ഗൈസ്? ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ
ഇല്ലില്ല, ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വന്നതാ. പക്ഷെ ടൈം കഴിഞ്ഞു, ക്ലോസ്ഡ് ആയി ഗൈസ്. ഇനി ഞങ്ങൾക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പറ്റില്ല. ജസ്റ്റ് അതിൻ്റെ വ്യൂസ് ആണ്. ഇവിടെ നല്ല കോടയുണ്ട് കേട്ടോ ഗൈസ്, പോയിട്ട് കാട്ടാം ഗൈസ്. അതന്നെ ഒരു വ്യൂ അതാണ്. പക്ഷെ ക്ലോസ് ആയില്ലേ, ഇത് ക്ലോസ് ചെയ്ത് കണ്ടോ ഗൈസ്. ഇവിടെ നിറച്ച് മഞ്ഞാണ്, നല്ല രസമുണ്ട് മഞ്ഞാണ്, നല്ല തണവുണ്ട് കേട്ടാ. സാരില്ല, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. കണ്ട ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ, ഒക്കെ ഞാൻ കാട്ടിത്തരാം. ഇതാ മറ്റേ ഊഞ്ഞാലിൻ്റെ സ്വിമ്മിങ് ഊഞ്ഞാൽ, അങ്ങനെ എന്തോ ഊഞ്ഞാലിൽ ഞാൻ കയറിയിട്ടുണ്ട്. അല്ല ഞാൻ കയറില്ല, പക്ഷെ ക്ലോസ് ചെയ്യാൻ ഒരു ആക്ടിവിറ്റിയിലും കയറാൻ പറ്റില്ല. ഗൈസ് ഇതിൽ ഞാൻ കയറിയിട്ടുണ്ട്. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളിങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഈ ധൈര്യമില്ലാത്തവർക്കൊക്കെ കയറാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ ഇതൊക്കെ. സോ വേറെ ഒന്നല്ല, നല്ല രസമാണ്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത കാരണം പറയാണ്. എനിക്കത് എക്സ്പീരിയൻസ് ചെയ്ത കാരണം എനിക്ക് നല്ല ഇഷ്ടമായി. എന്താ പറയുക, വല്ലാത്തൊരു ഫീല്, നമ്മൾ സ്വർഗം കണ്ടു അങ്ങനത്തെ ഒരു ഫീലാട്ടോ ഈ ഒരിത്. എൻ്റെ അനിയനാണ് ഗൈസ്, അവൻ ടീഷർട്ട് മാറി, ഓനാകെ ടയർഡായി വയ്യാണ്ടായി. അവൻ്റെ ഷർട്ട് മാറി ടീഷർട്ടാക്കി ഗൈസ്. പിന്നെ ഇതാ സൈക്കിൾ റൈഡൊക്കെ ഉണ്ട്. ഇവിടേക്ക് ഇരിക്കുന്ന നല്ല വൈബായിട്ടോ ഗൈസ്. എനിക്കാരും വീഡിയോ എടുത്ത് തരാത്ത കാരണം എപ്പോഴും ഞാൻ തന്നെയാണ്. എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ആയ കാരണം കുറേ എന്താ പറയുക ഒരു ഇതുണ്ടാവും, എന്താ പറയുക ഒരു തെറ്റുകുറ്റങ്ങളുണ്ടാവും. ഏറ്റവും മിസ്റ്റേക്കായിട്ട് തോന്നിയത് എന്താ, എൻ്റെ സെൽഫി സ്റ്റിക്ക് ഞാൻ എടുത്തില്ല. അതാണ് എനിക്ക് ഏറ്റവും വിഷമമായത് ഗൈസ്. ഞാനെടുത്ത് വെച്ചതാ, എടുക്കാൻ മറന്നുപോയി. ഇനി ഇതുപോലെ വല്ല ട്രിപ്പിൻ്റെ ഒക്കെ വീഡിയോ ആണെങ്കിൽ ഞാനിടാം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഞങ്ങൾ നേരിട്ട് വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇനിയിപ്പോൾ രാത്രി ടയർഡായിരിക്കും. എന്തായാലും തുള്ളലൊന്നും ഉണ്ടാവാൻ വഴിയില്ലെന്ന് തോന്നുന്നു അല്ലേ? തുള്ളലുണ്ടാവോ? ഇനി പർച്ചേസിംഗ് ഒന്നും ഉണ്ടോയെന്ന് അറിയില്ല. നല്ല രസമുണ്ട് കേട്ടോ, വ്യൂ ഒക്കെ നല്ല രസമുണ്ട്. പക്ഷേ ലേറ്റ് ആയിപ്പോയി. ഐസ്ക്രീം കഴിക്കണം. ഞങ്ങൾ വന്ന ടൈം ശരിയല്ല ഗൈസ്, ലേറ്റ് ആയിപ്പോയി, അതാണ്. ഓക്കെ, ഇനി എന്തായാലും ബൈ, കാണാം. ഇനി ചിലപ്പോൾ ഇനി വീഡിയോ എടുക്കുമെന്ന് അറിയില്ല, എടുക്കുകയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ ബൈ. ഇനി അടുത്തൊരു വ്ളോഗായിട്ട് കാണാം, ഇതുപോലെ ലോങ് എടുക്കുന്നത് കേട്ടോ ഗൈസ്. ഞാൻ ഈ ഒരു വീട് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. വീട് കൊണ്ട് എന്താണെന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ടിക്കറ്റൊക്കെ എടുക്കുന്ന ആൾക്കാർ ഇതായിരിക്കും. അപ്പോഴായിട്ടൊരു സാധനം കണ്ട, ബാക്കിൽ വരുന്ന സാധനം കണ്ട, പാരച്യൂട്ട്. ഞാൻ കാണിച്ചു തരാട്ടോ, നോക്ക്. ഞങ്ങൾ അവിടെ നിന്നേ കണ്ടായിരുന്നു കേട്ടോ, അത് നല്ല രസമുണ്ടല്ലേ. ഓ അതാ ചെരിഞ്ഞ് കണ്ട ഡൈവ്, മീൻസ് അതന്നെ ഒരാള് കയറണാളും. നല്ല രസമുണ്ടല്ലേ, വളരെ ആ ഒരു തിരിക്കലും കറങ്ങലും ഒക്കെ. എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം ഇതുപോലെ വന്നിട്ട് ഇതിൽ കയറണം. ഇനി വരുമ്പോൾ ഇവിടേക്ക് ആയിട്ട് വന്നിട്ട് ഇവിടുത്തെ എല്ലാ ട്രിപ്പിലും കയറണം, അല്ല റൈഡുകളിലും കയറണം. അതന്നെ ഇനി സ്റ്റേ ചെയ്യണം, ഇവിടെ സ്റ്റേ ചെയ്യണം, എന്നാലേ കാര്യമുള്ളൂ. അതന്നെ ഞങ്ങളിനി അതിരപ്പള്ളി പോട്ടെ ഗൈസ്, അതെന്തായാലും ഇടാം. കാര്യം ഞങ്ങൾ അതിരപ്പള്ളിയുടെ ഉമ്മർത്തന്നെ കിടക്കണമെങ്കിൽ ഞങ്ങൾ ഇതുവരെ അതിരപ്പള്ളി ഞാൻ കണ്ടിട്ടില്ല. നീ കണ്ടോടാ അതിരപ്പള്ളി? നീ ആരപ്പ പോയേ? കണ്ണട കൊണ്ടുപോയില്ലേ? ഭാഗ്യവാൻ. ഞങ്ങളുടെ മൂത്ത ചേട്ടനാണ് ബിഗ് ബ്രോ, ആളാണ് ഞങ്ങളുടെ ഗൈഡ്. ആളെന്ന് പറഞ്ഞാൽ ഞങ്ങളാളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ആളാണ് ഞങ്ങൾ കൊണ്ടുപോയത് ഗൈസ്. അവിടെ വെച്ച് വീഡിയോ അവസാനിക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഓരോന്നൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കാട്ടാൻ തോന്നുന്നു. കാരണം ഇതൊക്കെ ഉള്ളത് ശരിക്കും ഒരു മെമ്മറി എന്ന് പറയണത്. എന്തായാലും ഫോണിൽ നിന്നൊക്കെ പോകും. ഇതിപ്പോൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കിടന്നോളും. അപ്പം ഇനി എന്തായാലും ഞാൻ ഇങ്ങനെ അതിരപ്പള്ളി പോകുന്നുണ്ട്, അതിൻ്റെ എന്തായാലും വീഡിയോ എടുക്കാം. ഈ അടുത്ത് തന്നെ ഞങ്ങൾ പോട്ടെ, കസിൻസ് മാത്രമായിട്ട്, ഞങ്ങൾ പിള്ളേർ മാത്രമായിട്ടൊരു 2 വീലർ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും
സക്സസ് ആക്കണം. ഓക്കെ ബൈ പോരെ. ഇനി ഉണ്ടെങ്കിൽ എന്നെ ആഡ് ചെയ്യാം കേട്ടോ. ടാ ഗൈസ്, നമ്മങ്ങനെ വ്ളോഗ് നിർത്താന്ന് വെച്ചപ്പോഴാണ് ഒരു സാധനത്തിൻ്റെ മുകളിൽ കയറാന്ന് വിചാരിച്ചേ. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കയറാം, എക്സ്പീരിയൻസ് ചെയ്യാം. എന്താ ഞങ്ങൾ ഇത്രയും പേരുള്ളൂ, ബാക്കി എല്ലാവരും അതിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ ഞങ്ങൾ കയറാൻ പോവാണ്. ഒരു സാധനം കാട്ടുകാരാട്ടോ. നോക്ക്, ഇത്രയും ഇതിലാ കുട്ടി പൊന്തുണ്ട്. ഒരു സ്റ്റെപ്പും കൂടി സ്റ്റെപ്പ് ഉണ്ടായി. കണ്ട ഒരാൾ പേടിച്ചിട്ട് പിടിച്ച് പിടിച്ച് വരെ കയറുന്നു. തട്ടല്ലേട്ടാ, തട്ടല്ലേ ഗൈസ്. ഗൈസ് ചിറ്റയുടെ പേടി, ചിറ്റയുടെ പേടി ഗൈസ്, ചിറ്റയുടെ പേടി കണ്ട ഗൈസ്. മൈ ഗോഡ്, കാണിച്ചേട്ടാ നോക്കൂ. ഇത് ഒരു പ്ലേസ്. ഓ എന്താ പറയാ, ക്ലോസ് ചെയ്തു. ഞങ്ങൾക്ക് വേറെ ഒന്നിൽ കയറാൻ പറ്റിയില്ലെങ്കിലും നല്ല വെർത്തായിട്ടുള്ളൊരു പ്ലേസാണ്. കുഴപ്പമില്ല. എൻ്റെ ഇതൊക്കെ നല്ല ശരിക്കും വെർത്തായ പ്ലേസ് ആട്ടോ. നമ്മൾ കാശിന് ഇല്ലില്ല. വാവ്, ഇതൊക്കെ ശരിക്കും ഫോണിൽ കിട്ടുമ്പോ അത്രയും ക്ലിയർ. എങ്ങനെയുണ്ട് രാഹുൽ ചേട്ടാ വ്യൂ? ഇതാണ് ഈ ട്രിപ്പിലത്തെ ഏറ്റവും ഹൈലൈറ്റ് സ്ഥലം. ആണോ? സത്യം ഞങ്ങൾ പൈൻകാട്ടിൽ കൊറേ ടൈം ഞങ്ങൾ കളഞ്ഞു. എനിക്ക് തോന്നുന്നു അതിന് ഇത്തിരി മുമ്പ് ഇവിടേക്ക് വന്നെങ്കിൽ വെർത്തായേനെ. ക്യാമറേനേക്കാളും നല്ലത് നേരിട്ട് കാണാനായിട്ട് ഈ സ്ഥലം. പറ്റണവർ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. മസ്റ്റായിട്ട് ഈ ഒരു എന്താ പറയുക, ഒരു ഹൈറ്റ് എന്താ പറയുക, ഒരു ബോക്സ് പോലെ പണിഞ്ഞ വെച്ചേക്കണ്ട. കുറെ സ്റ്റെപ്പായിട്ട് ഇവിടേക്ക് കയറാൻ നോക്കുക. മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. വെർത്തായ പ്ലേസ് ആണ് കേട്ടോ. ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ട്രിപ്പിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആയിട്ട് ഇത്. നൈസ്, സൂപ്പറാണ്, രക്ഷയില്ല. ഈ ക്യാമറേനേക്കാളും കണ്ട സൂര്യനൊക്കെ അടിച്ചിട്ട് സൂര്യൻ കണ്ടടിക്കുന്നത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ കാണിച്ചു തരാം. കണ്ട 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 നിനക്ക് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാ ഒരു എന്താ പറയാ, ഒരു ഇപ്പം അതെ 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 കൊക്കാന്ന് വേണമെങ്കിൽ പറയാം. കൊക്ക തന്നെ, കൊക്ക. ഓ കണ്ട ആ ഒരു ശരിക്കും നിങ്ങൾക്ക് ഫോണിൽ കൂടെ ഇപ്പം ശരിക്കും ഇത്തിരി കൂടി കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നേരത്തെക്കാളും. നമുക്കിനി നല്ല അടിപൊളി ഇതൊക്കെ ആയിട്ട് ഫോണൊക്കെ ആയിട്ട് ഇനി തിരികെ വരാൻ ഇങ്ങോട്ട് നിറച്ചുണ്ട്. ഞങ്ങൾക്ക് കയറാൻ പറ്റാതെ ഞങ്ങളുടെ ഗ്ലാസ് ബ്രിഡ്ജ്. കുഴപ്പമില്ല, ഞങ്ങൾ വരും, ഇനി എന്തായാലും വരും. ഇതുപോലെ സ്റ്റേ ചെയ്യും കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളുടെ വൺ ഡേ ട്രിപ്പാണ്. അത് എല്ലാവരും ജോലിയൊക്കെ ഇതാക്കിയിട്ട് എല്ലാവരും ഇപ്പോൾ ലീവ് എടുത്തേക്കാണ്. ജോലിയുള്ളവരൊക്കെ എല്ലാം റെഡിയാക്കും ഞങ്ങൾ. ഓക്കെ, വ്ളോഗ് അവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിച്ചാട്ടാ. പക്ഷെ ഇതില്ല, നല്ല ലെങ്ത്ത് കൂടും, ബോറടിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് കുറേ പാർട്സൊക്കെ ആയിട്ട് ചേർക്കുള്ളൂ കേട്ടോ. കാരണം ബോറടിക്കും ലോങ് വീഡിയോ ആകുമ്പോൾ. അപ്പോൾ ഇത് നിർത്തണം എന്ന് വിചാരിച്ചാ. പക്ഷേ രക്ഷയില്ലാത്ത പ്ലേസ് ആട്ടോ, രക്ഷയില്ല. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല രസമുണ്ട്, നല്ല പ്ലേസാണ്. ഇൻട്രോവേർട്ട് മൈ ബ്രദർ കുറേ ഇതുണ്ട് കേട്ടോ. എനിക്ക് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ടായി ചിറ്റ? ഈ ഒരു ചിറ്റ പേടിച്ചിട്ടാട്ടെ ഇതിന്റെ മേളിൽ കയറിയത്. ഈ ഒരു ബിൽഡിങ് ഒരു സ്റ്റീലോണ്ട് ഉണ്ടാക്കിയതാട്ടാ. ഇരുമ്പിന്റെ എന്തൂതാ. എന്തായാലും ഇതിന്റെ മേളിൽ ചിറ്റ കയറിയത് പേടിച്ചിട്ടാണ് കയറിയത്. ഓക്കെ, നെക്സ്റ്റ് വൺ കണ്ട ഗൈസ്. പിന്നെ മഞ്ഞ് കൂടി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾക്ക് വീടെത്തണം. സോ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഗൈസ്. ഇനി തിരികെ കാണാം എന്തെങ്കിലും ഒരു വ്ളോഗ്. കുറേ വെള്ളം കുടിച്ചിട്ടായിരുന്നു, ഇഷ്ടം പോലെ വെള്ളം കുടിച്ചു. വീട്ടിലിരുന്ന് ഒരിക്കലും വെള്ളം കുടിക്കാല്ല.
പക്ഷെ ഇത് നല്ലോണം വെള്ളം കുടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു കുപ്പിൻ്റെ 2 ബണ്ടിൽ മേടിച്ചിട്ടുണ്ട്. അതിൽ ഒരു ബണ്ടിൽ ഫുള്ളും തീർത്തു ഞങ്ങൾ. ഇനി ഒരു ബണ്ടിലും കൂടി ഉണ്ട്, അത് തീർക്കണം. ഞങ്ങൾ പോകാൻ പോവാം. ഓക്കെ ബൈ, സി യു. ഇനി ഉണ്ടെങ്കിൽ ആനയാ കേട്ടോ.